നമ്മൾ ഏതൊരു റൂമിൽ പോയി നോക്കിയാൽ പോലും നമ്മൾ കാണുന്ന ആദ്യത്തെ ഒരു ഇലക്ട്രിക് ഡിവൈസ് ആണ് ബൾബ് അല്ലേ. ഈ ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം 1879 കണ്ടുപിടിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഡിസ്കവറിയാണ് ബൾബ്. അതും നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഏകദേശം 3000-ഓളം ഡിസൈൻസ് പരീക്ഷിച്ചിട്ടാണ് അദ്ദേഹം അവസാനം ബൾബിൻ്റെ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിസ്കവറിയിലേക്ക് എത്തുന്നത്. അതിനും ഏകദേശം 120 വർഷത്തോളം മുമ്പ് ആണ് ഈ ബൾബ് കത്തണമെങ്കിൽ അല്ലെങ്കിൽ തെളിയണമെങ്കിൽ വേണ്ട ആ ഒരു അമേസിംഗ് ആയിട്ടുള്ള ആ അടുത്ത ഡിസ്കവറി അതിനുണ്ടായത്. നമ്മൾ ബൾബ് കണ്ടുപിടിക്കുന്നതിനും ഏകദേശം 120 വർഷത്തോളം മുമ്പാണ്. അത് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ എന്താണ് ആ സാധനം? ആ സർപ്രൈസിങ് ആയിട്ടുള്ള നമ്മളുടെ ഇന്നത്തെ മോഡേൺ വേൾഡിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആണ് ഇലക്ട്രിസിറ്റി. നമുക്ക് കൂടുതൽ അറിയണ്ടേ ഇതിനെക്കുറിച്ച്? നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ ഒരു വൈറ്റൽ റോള് പ്ലേ ചെയ്യുന്ന ഒരു എനർജി ഫോമാണ് ഇലക്ട്രിസിറ്റി. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ജസ്റ്റ് ഒരു ലൈറ്റ് കത്താനും ഫാനും കറങ്ങാനും മാത്രമാണോ, ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, കമ്പ്യൂട്ടർ, ഇതൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഇലക്ട്രിസിറ്റി, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെയും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു നമുക്ക് വേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലായിക്കോട്ടെ, നമ്മുടെ സ്കൂളിലായിക്കോട്ടെ, ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ഫെയിലിയർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി, അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിസിറ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. എങ്ങനെയാണ് ഈ ഒരു ഫോം ഓഫ് എനർജി ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ആവുന്നത്? ദെൻ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ഒരു എനർജിയെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമുക്ക് ഈ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യാൻ പറ്റുക? ഇതൊരു സർക്യൂട്ടിൽ കൂടെ എങ്ങനെയാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്? ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഇലക്ട്രിസിറ്റിയെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഈ ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഉള്ള ആൻസറുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനായിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലും, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് പഠിക്കണം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിക്കണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പഠിക്കണം, സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്, ഇലക്ട്രിക് സർക്യൂട്ട് ഡയഗ്രാം എന്താണെന്ന് നമുക്ക് കാണണം. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പോകുന്നത് നമ്മൾ ഓംസ് ലോ എന്ന് പറയുന്ന ആ ഒരു ലോ ആണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് നമ്മൾ ഓംസ് ലോയിൽ കാണുക. ദെൻ അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടേം എന്താണെന്ന് പഠിക്കും. ദെൻ ഈ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കാണും. ദെൻ ഒരു റെസിസ്റ്റർ എന്താണ്, ദെൻ അതുപോലെ തന്നെ ഒരു സിസ്റ്റം ഓഫ് റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുക, ലൈക്ക് റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും പഠിക്കും. അതിനുശേഷം നമ്മൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് ഇഫക്റ്റ് എന്താണെന്ന് കാണും. ദെൻ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും കാണും. ദെൻ നമ്മൾ ഇലക്ട്രിക് പവർ എന്നുള്ള കൺസെപ്റ്റോടു കൂടി ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യും. ഈ ഓരോ കൺസെപ്റ്റ്സിനെ കുറിച്ചും നമുക്ക് വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വിട്ടുപോകാതെ കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും അത് ആ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ടും മറന്നേക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളിത് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ.